TMRL കേസിലെ ED നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ചുകൊണ്ട് CPIM ഇന്ന് വിശദീകരണ പൊതുയോഗം നടത്തുന്നുണ്ട്. കോഴിക്കോടാണ് പൊതുയോഗം നടത്തുന്നത്. വൈകുന്നേരം 5 മണിക്ക് മുതലക്കുളം മൈതാനത്ത് നടക്കുന്ന യോഗം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പിണറായി വിജയന്റെ മകൾ വീണയെയും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിനെയും ED രാഷ്ട്രീയ പ്രേരിതമായി വേട്ടയാടുന്നുവെന്നാണ് CPIMന്റെ ആരോപണം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയത് ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണെന്നും നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ ED നടപടി, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ED നടപടി ഇപ്പോ വീണാറ്റിയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് കടന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിലേക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തണം എന്നതിലേക്ക് CPIM എത്തിച്ചേർന്നത്. അപ്പം ഇന്നലെ പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഏറ്റെടുക്കാൻ തന്നെയായിരിക്കുമോ CPIMന്റെ തീരുമാനം? എന്ത് പ്രതീക്ഷിക്കണം ഇന്ന്, പ്രസാദ്? ഗുഡ് മോർണിംഗ് സെതു. CPIM തുടക്കം മുതൽ സ്വീകരിച്ചു വരുന്ന ഒരു നിലപാട് ഇക്കാര്യത്തിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു അന്വേഷണമാണ് എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ മുഖ്യമന്ത്രി സെതു തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല തന്റെ മകൾക്കെതിരെ അതുപോലെയുള്ള തെളിവുകൾ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ CPIMനെ സംബന്ധിച്ചിടത്തോളം CPIM പ്രതിരോധത്തിലേക്ക് പോകുന്ന 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത് വീണയെ മാറ്റി നിർത്തിയാൽ പോലും മുഹമ്മദ് റിയാസിലേക്ക് കൂടി അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ ഉന്നം വെക്കുന്ന തരത്തിലേക്ക് EDയുടെ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മുഹമ്മദ് റിയാസ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. മറ്റൊന്ന് കോഴിക്കോട് CPIMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P നിഖിൽ, അദ്ദേഹത്തിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ കോഴിക്കോട്ടെ ഫ്ളാറ്റിലുമൊക്കെ കഴിഞ്ഞ ദിവസം ED പരിശോധന നടത്തിയിരുന്നു. മുഹമ്മദ് റിയാസുമായി വളരെ അടുപ്പമുള്ള അദ്ദേഹത്തിന്റെ സഹപാഠികളും സുഹൃത്തുക്കളുമായ ആളുകളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ പരിശോധന നടത്തിയിരുന്നു. മറ്റൊന്ന് എക്സാലോജിക്ക് മാത്രമല്ല, ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനം കൂടി വീണയ്ക്കുണ്ട്. അതൊരു പങ്കാളിത്ത സ്ഥാപനം കൂടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. ഇതിലെല്ലാം കാര്യമായ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് CPIM ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ED കഴിഞ്ഞ ദിവസം വളരെ വിശദമായൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയെങ്കിൽ പോലും അതൊന്നും തന്നെ ഈ കേസിലേക്ക് അല്ലെങ്കിൽ വീണയോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെയോ കൃത്യമായൊരു തെളിവുകൾ വരുന്നില്ല എന്നതുകൂടിയാണ് CPIM ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ നടപടിയാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള EDയുടെ നടപടികൾ എന്നാണ് CPIMന്റെ നിലപാട്. അത് അവരുടെ പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ അല്ലെങ്കിൽ പ്രാദേശികമായി തന്നെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഇന്നിപ്പോൾ കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് വൈകുന്നേരം 5 മണിക്ക് വിശദീകരണ പൊതുയോഗം സംഘടിപ്പിക്കുന്നത്. അതിൽ ഈ പറയുന്നത് പോലെ തന്നെ ഈ നേരത്തെ CPIMന്റെ വിശദീകരണം വാർത്താ സമ്മേളനങ്ങളിലും മറ്റും പറഞ്ഞ കാര്യങ്ങൾ അത് ആവർത്തിക്കുകയായിരിക്കും ചെയ്യുക. വരും ദിവസങ്ങളിൽ ED ആദ്യം നടത്തിയ റെയ്ഡിൽ, അന്ന് പിണറായി വിജയന്റെ ഒക്കെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ വലിയ പ്രതിഷേധം ആ വീടിന് മുമ്പിൽ തന്നെ നടത്തി, അതായത് EDക്ക് മുമ്പിൽ നടത്തുകയും പിന്നീട് വലിയ കേസാവുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ പിന്നീട് നടത്തിയ 2ാം ഘട്ട റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും CPIMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിന്റെ ഫ്ളാറ്റിൽ നടത്തിയ സമയത്തും നേതാക്കൾ അവിടെ വന്നു പോയി എന്നുള്ളതല്ലാതെ മറ്റ് പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ ഇത്തരത്തിൽ രാഷ്ട്രീയമായി നേരിടുക, ആളുകളോട് പറയുക എന്താണ് EDയുടെ നീക്കം, അത് രാഷ്ട്രീയ പ്രേരിതമാണ്, അത് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഇന്നത്തെ ഈ വൈകുന്നേരത്തെ വിശദീകരണ പൊതുയോഗം. ഓക്കെ പ്രസാദ്, ശരി.